ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു ചന്ത വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് മെയ് 21 നടക്കുന്ന പെരുമ്പിലാവ് ചന്തയാണ്. നമ്മൾ രാവിലെ തന്നെ അവിടെ എത്തി. രാവിലെ തന്നെ നല്ല തിരക്കായിരുന്നു ചന്തയിൽ 2 ദിവസം തൃശ്ശൂർ ജില്ലയിൽ നല്ല മഴയായതുകൊണ്ട് തന്നെ ചന്ത നല്ല ചില്ല് പിള്ളയായിട്ട് അടിപൊളിയായിട്ട് കിടക്കണം. ഷൂ ഇല്ലാണ്ട് ചന്തയ്ക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. മേടിക്കാൻ നല്ല നല്ല പോത്ത് മേടിക്കാൻ വന്നവരൊക്കെ മാട്ടത്ത് ചെളിയില്ലാത്തോടത്ത് പോയി നിൽക്കണ ഒരവസ്ഥ ചന്തയിൽ. കാലുമ്പ ചെളിയാണ്ട് പോത്തിനെ മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കുറേ പേര് തിരിച്ചു പോയിരുന്നത്. എന്നിട്ടും പോത്തിൻ്റെ വില കേട്ടാൽ നമ്മുടെ കിളി പോകും. നമ്മളിതിൽ 2-3 പോത്തിനൊക്കെ കച്ചവടമാണ് വീഡിയോ വോയിസ് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഏകദേശം വില നമ്മുടെ മുന്നേ വെച്ചിട്ടാണ് കച്ചവടമായത്. അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ചന്തയിൽ രാവിലെ നിറച്ച് കാലിരിക്കുന്ന സ്ഥലങ്ങൾ കമ്മിയായിട്ട് ഇതാണ് ചന്തയിൽ വന്ന ഏറ്റവും വലിയ ചോദിക്കുന്ന ഒരു 240 ചോദിക്കുന്നുണ്ടായിരുന്നു. ചന്തയിൽ നിൽക്കണ പുറത്തിറങ്ങി നിൽക്കുന്ന ഏറ്റവും വലിയ പോത്താണ്. നമ്മൾ ഇതുപോലെ തന്നെ ഒരു ജാഫറാബാദി പോത്തിനെ കണ്ടിരുന്നു, അതിൻ്റെ വീഡിയോ നമ്മളുണ്ട്. ഇത് നാടൻ പോത്താണ്, അവിടെ നാടൻ പോത്ത്. ഈ പോത്ത് നമ്മൾ വില വയ്ക്കുന്നുണ്ടായിരുന്നു 65 രൂപ വരെ ചോദിച്ചിട്ട് പോത്ത് തന്നിട്ടില്ല. ഈ ഒരു പോത്ത് അങ്ങനെ തന്നെ ഈ കൂട്ടത്തിലൊരു 4 പോത്ത് ഒറ്റയ്ക്ക് ചോദിക്കുമ്പോൾ 60 ചോദിക്കുമെങ്കിലും മെയിന് വില 4 എണ്ണം കൂട്ടിയിട്ട് 55 മീനാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഈ വലത്തെ ഭാഗത്ത് നിൽക്കുന്നത് 4 എണ്ണം നമ്മളിതിൽ തന്നെ കാണുന്നുണ്ട്. ഈ ഇടത്തെ ഭാഗത്തുനിന്ന് ഈ 4 പോത്ത് 55 മീൻ ഒരു വില പറയുന്നത്. 55 മീൻ ചന്തയിൽ വെച്ചാൽ തീ പിടിച്ച വിലയാണ്. ഇപ്പോൾ കർഷകരൊക്കെ കയ്യിൽ നിൽക്കണ പോത്തിനെ ആരും വെറുതെ കൊടുക്കുന്ന പോലെ കൊടുക്കാണ്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കർഷകരിൽ നിന്ന് 35-40 മേടിച്ചുകൊണ്ട് ഇവിടെ 50 താഴെ ഒരു പോത്തിന് ഇട്ടാൽ അതൊരു പോത്തിന് മേടിക്കണമെങ്കിൽ ചന്തയിൽ വന്നെങ്കിൽ 50,000 രൂപ ആണ്. ഈ പോത്തൊന്നും ഒറ്റയ്ക്ക് 62 വരെ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല ഇവിടെ നിൽക്കുന്ന പോത്തൊക്കെ. പോത്ത് കുറേ ഉണ്ട്, പോത്ത് കച്ചവടക്കാർ കുറേ ഉണ്ട്. നാട്ടിൽ നിന്ന് വന്ന ഇതൊക്കെ നാട്ടിൽ വളർത്തിയ പോത്താണ്. ചന്തയിലൊന്നും വെച്ചൊരു ഗുണം പോത്ത് ഇത് കഴുത്തൊക്കെ ഉണ്ട്. അതിൻ്റെ തലയിലാതെ എല്ലാം അതിൻ്റെ കഴുത്ത് നല്ല പ്രശ്നമാണ് പോത്ത് പ്രായത്തിലുണ്ട്. ഒരു വയസ്സിൻ്റെ പോലെയാണ് പോത്ത് നിൽക്കുന്നത്. കണ്ടതെന്ന് അറിയാമോ നെറ്റൊക്കെ പോത്ത് വലിയ പോത്തുകൾ ചന്തയിലുള്ള വലിയ പോത്തുകൾ. പോത്തുമുട്ടകളൊക്കെ ആകെ കുറച്ച്, അതായത് വന്നൊരു 50 എണ്ണോ 40 എണ്ണോ ഉണ്ടാവില്ല. പോത്ത് ഏകദേശം ഒരു 150 കിലോ അടുത്ത് വരും. 150 കിലോയിൽ 130-140 ആ റേഞ്ച് പറഞ്ഞത് പോത്താറുന്നു. നാട്ടിൽ നിന്ന് പോത്താറും അതൊരു വിറ്റത് 46 രൂപ. ഇത് പിന്നെ നല്ല ഷോക്ക് ക്വാളിറ്റി പോത്ത് പോലെ ചന്തയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടറിയാം, നല്ല ബാക്ക്ഗ്രൗണ്ടിൽ ഒക്കെ ആയിട്ട്. ഇത് ഓരോന്ന് 2.5 വെച്ച് ചോദിക്കുന്നത് പറയുന്നത്. അതിൻ്റെ ചോദ്യമാണ് 2.5. നല്ല ഗെറ്റപ്പായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ്. നല്ല ടോപ്പ് പോത്തുകൾ. അത് എങ്ങനെ പോലൊരു വെയിറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. വെയിറ്റ് പറഞ്ഞാൽ കുറേ വിമർശിക്കാനൊക്കെ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് വെയിറ്റ് ഒന്നും നമ്മൾ പറയുന്നില്ല. ഞാൻ അങ്ങനെ ചന്തയിലുള്ള ഏറ്റവും വലിയൊരു ജാഫറാബാദി പോത്ത്. പിന്നെ താഴത്തിങ്ങനെ കെട്ടി നിൽക്കേക്കാണ്. ആ ചേട്ടൻ്റെ ആ പോത്തിൻ്റെയും ബാക്ക് സൈഡ് വലിപ്പം കണ്ടാൽ തന്നെ അറിയാം പോത്തിന് ഇത്ര വിരിപ്പുണ്ടെന്ന്. അതിങ്ങനെ നിർത്തിയ താഴത്ത് കെട്ടിയിട്ടാണ് പോത്ത് അങ്ങനെ നിൽക്കുന്നത്. എൻ്റെ അതിൻ്റെ കാലിൻ്റെ വലിപ്പം കണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. നമുക്ക് ഏറ്റവും വലിയ ജാഫറാബാദി ചോദിച്ചു അവിടെ ഉള്ളതിൽ നല്ല നല്ല പോത്തുകളൊക്കെ ഉണ്ട്. ചന്തയിൽ മേടിക്കാൻ മീൻ മേടിക്കാൻ നല്ല അഴകുള്ള നല്ല പോത്തുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഒരു വണ്ടി വന്നതിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മീൻ. ഇതൊക്കെ അലുവ പോലെ ഇരിക്കുന്നതിൻ്റെ ഇറച്ചി കഷ്ണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ പോത്തിന് മേടിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ചന്തയിൽ മൊത്തം വണ്ടികളാണ്. ഫുള്ള് പാർക്കിങ്ങിൽ ഫുള്ള് ചെളി, ഫുള്ള് ബ്രോക്കർമാരുടെ 5 കഴിയപ്പോൾ ചന്തയിൽ പോത്ത് മേടിക്കാൻ തന്നെ വന്നാൽ ബ്രോക്കർമാരുടെ കയ്യിൽ പെടാണ്ടിരിക്കുക. ചന്തയിൽ ചെളിയാണ്. വയസ്സായവരൊന്നും വരാണ്ടിരിക്കുക. പരമാവധി നല്ല വഴുക്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്.